ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഉയർപ്പിൻ്റെ ദിനമാണ്. നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ നാം ഓർക്കുന്ന ദിവസമാണിന്ന്. എന്താണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത? ഇത് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും മേൽ നേടിയ വിജയത്തിൻ്റെ ദിനമാണ്. കൂടാതെ നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും പാപമോചനവും പ്രദാനം ചെയ്യുന്ന ആത്യന്തികമായ ത്യാഗവും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ്റെ വാഗ്ദാനവും ഈ ദിനം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ദിവസത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത ദൈവജനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വെളിപാട് പുസ്തകം 19 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപാട് പുസ്തകം 19 അധ്യായം 7 വാക്യത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ചിത്രീകരിക്കപ്പെടുന്ന യേശു ക്രിസ്തുവും മണവാട്ടിയായി ചിത്രീകരിക്കപ്പെടുന്ന അവൻ്റെ ജനവും തമ്മിലുള്ള ഐക്യത്തെ കുഞ്ഞാടിൻ്റെ വിവാഹം എന്നതിലൂടെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവജനത്തെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ചിത്രീകരിച്ചിരിക്കുന്നത്? ഒന്നാമതായി, ക്രിസ്തുവും അവൻ്റെ ജനവും തമ്മിലുള്ള ആഴമേറിയ വ്യക്തിപരമായ ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു. രണ്ടാമതായി, ദൈവവും അവൻ്റെ ജനവും തമ്മിലുള്ള ഉടമ്പടിയെ പ്രതിനിധീകരിക്കുന്നു. മൂന്നാമതായി, മണവാട്ടിയിലൂടെ വിശുദ്ധി, സമർപ്പണം, വിശ്വസ്തത, മണവാളിനോട് ചേരുവാനുള്ള ആകാംക്ഷ എന്നിവ സൂചിപ്പിക്കുന്നു. 7ഉം 8ഉം വാക്യങ്ങളിൽ മണവാട്ടി സ്വയം ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും അവൾക്ക് ധരിക്കുവാൻ വിശേഷവസ്ത്രം നൽകിയെന്നും വാക്യങ്ങളിൽ പറയുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാവുന്നു. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അന്നേ ദിവസം വിശ്വാസികൾക്കുണ്ടാകുന്ന മഹാസന്തോഷത്തെക്കുറിച്ച് ഇത് ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ നാം ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടതാണോ എന്ന് ചിന്തിക്കാം. അതേയെങ്കിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ നാം ആകാംക്ഷയോടും കളങ്കമില്ലാതെയും കാത്തിരിക്കുകയാണോ? നാം സ്വയം തയ്യാറായിട്ടുണ്ടോ? ആ മഹാസന്തോഷ ദിനത്തിൻ്റെ ഭാഗവാക്കാകുവാൻ ഈ ഈസ്റ്റർ ദിനം നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ.